ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദീസ് ലോകത്തേക്ക് സ്വാഗതം. ചക്കകളുടെ സീസണാണിപ്പോൾ. അപ്പോൾ പിന്നെ ചക്ക വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് നമുക്കിവിടെ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ വെട്ടി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ ചക്ക കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. കുക്കറിൽ വേവിക്കരുത്, അടുപ്പത്ത് തന്നെ വേവിക്കണം. എന്നാലേ ചക്കയുടെ ടേസ്റ്റ് നമുക്ക് മര്യാദയ്ക്ക് കിട്ടും. അത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. കുറച്ച് വേപ്പില ചെറുതാക്കി അരിഞ്ഞത്, നാളികേരം ചെരുകിയത്, ഉള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കുരുമുളകും ചതച്ചെടുത്തത്. പൊടി എടുക്കരുത്, കുരുമുളക് ചതച്ചത് തന്നെ എടുക്കണം. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വേപ്പില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി കൂടുതലിട്ടാലും കുഴപ്പമില്ല, ഞാനിവിടെ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് രണ്ട് കയ്യിൽ അങ്ങോട്ട് ഇളക്കുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി പൊടികളിടാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ നമുക്ക് 1 കപ്പ് നാളികേരം ചെരുകി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരത്തിലുണ്ടായ വെള്ളത്തിൻ്റെ അംശം പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ഇഷ്ടമല്ലെങ്കിൽ അത് ഇടാണ്ടും ഇത് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ നാളികേരം ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇടണത്. അതൊന്നായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചക്ക അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്ക ഉടഞ്ഞു പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ദാക്ഷിണ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നല്ലോണം ഇളക്കി കൊടുത്തോ. എന്തോരം ഇളക്കണ അത്ര ടേസ്റ്റിൽ കിട്ടും. പിന്നെ തീ കുറച്ചിടാൻ മറക്കരുത്. തീ കൂടുതലിട്ടാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി മിക്സ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക, പ്ലേറ്റ് എടുക്കുക, ഒരു കട്ടൻ ചായയും കൂട്ടി നമ്മുടെ ചക്കപ്പുഴുക്ക് അങ്ങ് കഴിക്കുക. ആഹാ, എന്താ രസം! പണ്ട് ബേക്കറി സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കാരണവന്മാർ വൈകുന്നേരം ചായക്ക് കൂട്ടി കഴിക്കുന്ന സംഭവമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ബൈ.